ഞാൻ കല്യാണം കഴിക്കൂല എന്ന് തീരുമാനിച്ച ഒരാളായിരുന്നു. 21-ാമത്തെ വയസ്സിൽ പോലീസിൽ വന്നപ്പോൾ ഈ പോലീസ് സ്റ്റേഷനിൽ കാണുന്ന പ്രശ്നങ്ങളെല്ലാം നരകിച്ച പ്രശ്നങ്ങളാണ്. ഭാര്യയും ഭർത്താവും അടി, അങ്ങോട്ടേലുള്ളവനായിട്ട് ഉന്ത്, അമ്മായിയമ്മ തോണ്ടുന്ന്, കാരണോർ വലിക്ക്, ഇങ്ങനെ ഭയങ്കര പ്രശ്നം തന്നെ. ഞാൻ വിചാരിച്ചു കല്യാണം വേണ്ട, നമുക്ക് ഇങ്ങനെ തന്നെ അങ്ങ് ജീവിക്കാലോ. അങ്ങനെ 33 വയസ്സ് വരെ ഞാൻ കല്യാണം കഴിക്കാണ്ട് നിന്ന്. അതുവരെ ഞാനില്ലേ ചങ്കൂറ്റത്തോടു കൂടിയാണ് ജീവിച്ചത്. പക്ഷെ എൻ്റെ കൂട്ടുകാർ ചതിച്ച് ഓല ഇനി ഏടെ കണ്ടാൽ ഞാൻ കൊല്ലു. ഓല എൻ്റെ മുമ്പിൽ ഇപ്പം വന്നില്ല. ഓലെല്ലാം പറഞ്ഞ് കഴിച്ചോ കഴിച്ചോ. ഞാൻ അത് അമ്മ പറയിപ്പിച്ചാന്ന് പിന്നെ എനിക്ക് മനസ്സിലായത്. ഞാൻ എൻ്റെ കൂട്ടുകാരോട് ചോദിച്ചു, എല്ലാ കൂട്ടുകാരെ എന്തിനാ ഈ കല്യാണം കഴിക്കുന്നത്, വെറുതെ എന്തിനതിനെ കൊണ്ടൊരു ഗുണം എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞ മറുപടി എന്നറിയോ, വലിയ ഗുണമൊന്നും പ്രതീക്ഷിക്കണ്ട, എന്നാൽ ഞാൻ എന്തെങ്കിലും ഒരു ചെറിയ ഗുണം എന്താന്ന് വെച്ചപ്പോൾ പറഞ്ഞ മറുപടി എന്നറിയോ, കുളിക്കുവാൻ പോകുമ്പോൾ സോപ്പ് എടുത്ത് തരുക. എൻ്റെ വീട്ടിൽ കുളിമുറി പുറത്താണ്. അപ്പോൾ എപ്പോഴും ഞാൻ ഓടിപ്പോയി കുളിക്കുവാൻ പോകുമ്പോൾ അവിടെ സോപ്പ് ഉണ്ടാവില്ല. അതിൻ്റെ ഉള്ളിൽ നിന്ന് സോപ്പ് അമ്മയോട് പറയുമ്പോൾ അമ്മേൻ്റെ ഇങ്ങനെയുള്ള ചൊറിച്ചൽ ഞാൻ കേട്ട് മടുത്ത്. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞപ്പോൾ റെഡി. ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്, ഞാൻ ഇങ്ങനെ കുളിക്കാൻ പോകുന്നു, സോപ്പ് മറക്കുന്നു, ഇവളിങ്ങനെ വരുന്ന് സോപ്പ് എടുത്ത് തരും. നല്ല രസമില്ല അത് കാണാൻ. രണ്ടാമത്തവൻ പറഞ്ഞ് വലിയ ഗുണമൊന്നും ഇനി പ്രതീക്ഷിക്കേണ്ട, തോർത്ത് ചോലിട്ട് തരുക. ഞാനിങ്ങനെ കുളിക്കാൻ പോകുന്നു, എൻ്റെ ഭാര്യ ഇങ്ങനെ വരുന്ന് തോർത്ത് ചോല്. നല്ല രസമില്ല ഇത് കേൾക്കാൻ. മൂന്നാമത്തവൻ പറഞ്ഞാലാ ഞാൻ വീണുപോയത്. മൂന്നാമത്തവൻ പറഞ്ഞ് വലിയ പ്രതീക്ഷയൊന്നും എനിക്ക് വേണ്ട. ഞാൻ എന്നാലൊരു ചെറിയ പ്രതീക്ഷ പറയാന്ന് പറഞ്ഞപ്പോൾ ഓൻ പറഞ്ഞ മറുപടി എന്നാ അറിയോ, പുറം ചൊറിയുമ്പം ചൊറിഞ്ഞു തരിക. എനിക്കാണെങ്കിൽ 32-ാമത്തെ വയസ്സിൽ നല്ല ചൊറിച്ചലുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഞാൻ ഇങ്ങനെ പ്രതീക്ഷിക്കുമ്പോഴാണ് പുറം ചൊറിയുമ്പോൾ ഒരാൾ, ഓൻ്റെ അനുഭവത്തിലായിരിക്കുമല്ലോ, ഞാൻ അങ്ങനെയാണ് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത്. അതൊന്നുമല്ല എൻ്റെ വിഷയം. ഞാൻ കല്യാണം കഴിക്കുന്നത്, എനക്കൊന്നും കല്യാണം എന്തിനാ കഴിക്കുന്നതെന്നും എനിക്കറിയില്ലേനു. പക്ഷെ കല്യാണം ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രണയിച്ചത് കല്യാണം നിശ്ചയിച്ചതിന് ശേഷം കല്യാണം കഴിക്കാൻ വേണ്ടി ഒരു 5 മാസം ബാക്കിയുണ്ടായിരുന്നു. അങ്ങനെ ഈ 5 മാസമാണ് ഞാൻ മനസ്സ് തുറന്ന് എൻ്റെ ഭാര്യയെ പ്രണയിച്ചത്.